ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് 2 ലക്ഷം പോയത് എങ്ങനെയാണെന്ന് കാണിച്ചാൽ $2,400 പോയേക്കണത്. ഓക്കെ, ഇൻസ്റ്റയിൽ പരസ്യം വരാറുണ്ട്, ഇങ്ങനെ ബൈ സെൽ എന്നൊക്കെ പറഞ്ഞ് പരസ്യം വരാറുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ പുള്ളി ഒരാളെ കോൺടാക്ട് ചെയ്തു. ഇതാണ് നമ്പർ, ഹിന്ദിക്കാരൻ, അതിൽ കിട്ടിയ കാര്യമില്ല. അതിൻ്റെ വർത്തമാനം വേണമെങ്കിൽ അവസാനം വെറുതെ കേൾപ്പിച്ചു തരാം. ഓക്കെ, റെക്കോർഡാവുമെന്ന് അറിയില്ല. ഒരു മിനിറ്റ്, അത് അവസാനം കേൾപ്പിച്ചു തരാം. അപ്പോൾ ഇതാണ് പോയത്. ഒരു അപ്രൂവൽ കൊടുത്തപ്പോഴാണ് പോയത്. ഞാൻ എല്ലാ ഗ്രൂപ്പിൽ നിന്ന് തന്നെ ഇൻഫർമേഷൻ എടുത്ത് പറഞ്ഞത്. ഞാൻ അവൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞപ്പോൾ മനസ്സിലായി. ഈ ഒരു ലിങ്കിൽ ചെന്ന് അപ്രൂവ് നെക്കി, അത്രേ ഉള്ളൂ. അപ്പോഴാണ് ക്യാഷ് പോയത്. പിന്നെ ചാറ്റും കാര്യങ്ങളൊക്കെ നോക്കാം. അതായത് ഹലോ, ഇൻസ്റ്റാഗ്രാം വഴി ചാറ്റ് ചെയ്ത് തുടങ്ങി. ഇൻസ്റ്റാഗ്രാം അല്ല, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാമിൽ നമ്പർ കിട്ടിയിട്ട് ഹലോ പറഞ്ഞു. അപ്പോൾ അവൻ ചോദിച്ചു എത്ര ഡോളർ കയ്യിലുണ്ട്. ഓക്കെ, ഏത് വാലറ്റിലാണെന്ന് ചോദിച്ചു. ഓക്കെ, മൊത്തം ചാറ്റ് കാണിക്കാനുള്ള. അപ്പോൾ പിന്നെന്താ പറയണത്, ഓൺലി ട്രസ്റ്റ് വാലറ്റ് വഴി മാത്രം ഡീൽ നടത്താൻ പറ്റും, BB20 മാത്രം വഴി. ഓക്കെ, ക്യാഷ് CDM ഇട്ടുതരാമെന്നാണ് പറയണത്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഫ്രീസ് ആവില്ലെന്നൊക്കെ പറയണത്. ഓക്കെ, ഇങ്ങോട്ട് ക്യാഷ് ആദ്യം ഇട്ടുതരാമെന്ന് നോക്കിക്കോട്ടെ, ഇനി സ്കാം എങ്ങനെ മുന്നോട്ട് പോകണം നോക്കി. അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്ത് പറഞ്ഞു അവൻ ഏതായാലും പറ്റി, ഇനി ഇതേപോലെ തന്നെ ആർക്കും പറ്റരുതെന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ഷെയർ ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ പറഞ്ഞ് ക്യാഷ് ഇട്ട് കഴിഞ്ഞിട്ട് $1 തന്നാൽ മതി എന്നാണ് പറഞ്ഞത്. ഓക്കെ, 2 മണിക്കൂർ വിട്ടുള്ള ക്യാഷും സമയം തരാം എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അതായത് ആദ്യം USDT കയ്യിലുണ്ടോ എന്ന് സ്ക്രീൻഷോട്ട് കാണിക്കണമെന്നാണ് ആദ്യം പറഞ്ഞത്. ഓക്കെ, പിന്നെ നല്ല സ്കാമർ അവൻ തന്നെ പറഞ്ഞത് ഫ്ലാഷ് USDT ആവരുതെന്ന്. എന്ത് സത്യസന്ധനായിട്ട് കളിക്കണം, അത് പിന്നെ സ്ഥിരം ഉള്ളതാണ്. പിന്നെ സ്ക്രീൻഷോട്ട് കാണിക്കാൻ പറഞ്ഞു ട്രസ്റ്റ് വാലറ്റിൻ്റെ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റേറ്റ് വെച്ചപ്പോൾ എന്താ പറയുക, ഒടുക്കത്തെ റേറ്റ് 150 രൂപ അവന്മാർ മേടിച്ചോളാം. ഓക്കെ, ഫൈൻ ബ്രോ, ഹൗ മച്ച്. അപ്പോൾ അവന്മാരുടെ അടുത്ത കളി. ഓക്കെ, ചെറിയ എമൗണ്ടിനല്ല ഡീല്, വലിയ എമൗണ്ടാണ് ഡീല്. ചെറിയ എമൗണ്ടാണെങ്കിൽ ആദ്യം USDT അങ്ങോട്ട് അയക്കണം, വലിയ എമൗണ്ടാണെങ്കിൽ ആദ്യം INR ഇങ്ങോട്ട് അയക്കണം. മനസ്സിലായി? മിനിമം 2,000 ആണ് ക്യാഷ് ഇങ്ങോട്ട് അയക്കാൻ പറ്റുന്നുള്ള രീതിയിൽ. മനസ്സിലായി? അപ്പോൾ 2,000 ആൾക്കാർ അറേഞ്ച് ചെയ്യുമല്ലോ, വാലറ്റ് കൊണ്ടുവരുമല്ലോ, വാലറ്റിലല്ലേ കൊണ്ടുവരുള്ളൂ, നമ്മൾ വേറെ ഒന്നും കൊടുക്കണമല്ലോ. അപ്പോൾ അവന്മാരെങ്ങനെ പൊക്കിക്കൊണ്ടെന്ന് കാണിച്ചു. അതിൻ്റെ പിറ്റേ ദിവസം മെസ്സേജ് ആയി, പിറ്റേ ദിവസം റേറ്റ് ചോദിച്ചു. അപ്പോഴേക്കും അവൻ $2,600 ലോഡ് ചെയ്ത്, വാലറ്റ് ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ സ്കാമറിൻ്റെ അടുത്ത് സ്കാമർ വീണ്ടും പറയുന്നത് ഇന്ന് 150 റേറ്റ് വല്ല കൂടുതൽ പറഞ്ഞാണ്. പിന്നെ അവൻ പിന്നെ പ്രത്യേകിച്ച് ചോദിക്കണം, എൻ്റെ പൊന്നു മച്ചാനെ ഫ്ലാഷ് USDT അല്ലല്ലോ എന്ന്. എൻ്റെ പൊന്നൊന്നും അറിയില്ല അവൻ. ഇനിയാണ് കളി തുടങ്ങുന്നത്. ഓക്കെ, ഇനി അവരൊരു വീഡിയോ നമുക്ക് അയച്ചു തരും, ലിങ്ക് വീഡിയോ അയച്ചു തരും. ആ ലിങ്ക് വീഡിയോയിൽ പറഞ്ഞ പ്രകാരം, അതായത് ഇവർക്ക് അഡ്രസ്സ് അയച്ചു കൊടുക്കുമ്പോൾ അവർ നമ്മുടെ വാലറ്റിൽ എത്രയുണ്ട് ബാലൻസ് എന്നൊക്കെ അവർക്ക് അറിയാൻ പറ്റുമല്ലോ ബ്ലോക്ക് ചെയ്യില്ല. അവരൊരു വീഡിയോ ഉണ്ട് അതേപോലെ ചെയ്യണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ സമയത്ത് പുള്ളിക്കാരൻ അറിയേണ്ട അതേപോലെ ചെയ്തു പോയി. അപ്പോഴാണ് ലിങ്ക് അതിൽ വന്നത്, പോപ്പ് ആയതും ആ ലിങ്ക് അതുവഴി ക്യാഷ് പോയതും കാണിച്ചു തരായിരുന്നു. അതായത് അവരെന്തോ സ്ക്രീൻഷോട്ട് അക്സെപ്റ്റ് ചെയ്യില്ലെന്നോ എന്തോ വീഡിയോ ആയിട്ട് കാണിക്കണമെന്നോ, ബാലൻസ് വീഡിയോ ആയിട്ട് കാണിക്കുക, അങ്ങനത്തെ സംഭവം ചാറ്റും കാര്യങ്ങളൊക്കെ വന്നു. ഓക്കെ, പിന്നെ അതിൻ്റെ ഈ വീഡിയോയിൽ കാണിക്കാൻ പറഞ്ഞു, അവർ ചെയ്യാൻ പറഞ്ഞു. ഇതാണ് ആ ലിങ്ക് ശ്രദ്ധിക്കേണ്ടത്. ആ FlashCheck.io ഉണ്ട്, അതിൽ നെക്കിക്കഴിഞ്ഞാൽ അപ്രൂവലായി നമ്മുടെ കയ്യിലുള്ള അസറ്റ് അവർക്ക് എടുക്കാനുള്ള അനുമതി കൊടുക്കുന്നതാണ്. അത് ആ പുള്ളിക്കാരൻ അറിയാതെ കൊടുത്തു പോയി അവന്മാർ ലിങ്കും അയക്കുന്നതും എല്ലാം കാണിച്ചു തരാം. ഇവിടെയാണ് ട്രാപ്പ് തുടങ്ങുന്നത്. അപ്പോൾ അവന്മാർക്ക് നമ്മുടെ വാലറ്റിനുള്ള സാധനം എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി BNB ഫീസ് വേണം. BNB ഫീസൊക്കെ ലോഡ് ചെയ്യാൻ പറഞ്ഞു, അതൊക്കെ ചെയ്യിപ്പിച്ചു. ഇതാണ് ആ ലിങ്ക്. ആ ലിങ്ക് അവന്മാർ അയച്ചു കൊടുത്തു, FlashCheck.io അയച്ചു. പാവം അതിൽ നെക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ ലിങ്ക് നെക്കി കഴിഞ്ഞപ്പോൾ അവന്മാർ സെർച്ച് ബട്ടൺ വെക്കാൻ പറഞ്ഞു, ഡിസ്കവറി ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, അതായത് ആ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അവസാനം പോപ്പപ്പ് ആയിട്ട് വരും. അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുന്നോ അങ്ങനെ കണ്ടുകൊണ്ട് അവൻ പറഞ്ഞു, വിശ്വസിപ്പിച്ചു. സ്ക്രീൻഷോട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ, ഈ വഴി എടുക്കാമെന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ഓക്കെ, പിന്നെ 150 എന്നുള്ള വലിയ ഫിഗർ കാണിക്കുമ്പോൾ ആൾക്കാർ അതിൽ പെട്ടുപോകണം. ലിങ്ക് നെക്കിപ്പിച്ചു, നെറ്റ്വർക്ക് സെലക്ട് ചെയ്യിപ്പിച്ചു, BNB ആക്കി, എല്ലാം കഴിഞ്ഞ് അവസാനം അപ്രൂവൽ കൊടുക്കാൻ പോകണം കേട്ടോ. ക്യാഷ് മൊത്തം പോകാൻ പോകണം. ഇനിയാണ് ചോദ്യം, ഹോം വാണ്ട്സ് ടു കണക്ട് യുവർ വാലറ്റ്. ഇതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തീർന്നു. ഓക്കെ, അപ്പോൾ യെസ് നെക്കി. അവൻ തന്നെ പറഞ്ഞാണ് സ്വന്തം ചങ്കിൽ നെഞ്ചത്ത് കുത്തിച്ച് കയറ്റാൻ ഇത് കത്തി. ഗോ ടു കൺഫേം നോക്കി കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ അപ്രൂവലായി. അപ്പോൾ അവൻ കൺഫേം നോക്കി. കൺഗ്രാജുലേഷൻസ് FlashCheck, കൺഗ്രാജുലേഷൻസ് കണക്ട്. അത് നെക്കി കണക്റ്റ് ആയി കഴിഞ്ഞ് കൺഗ്രാജുലേഷൻ. പിന്നെ ഞാൻ ഇനി സ്ക്രീൻഷോട്ട് എല്ലാം നെക്കി കഴിഞ്ഞിട്ട് ഇനി സ്ക്രീൻഷോട്ട് എന്താണ് റെക്കോർഡ് ചെയ്യാൻ വിത്ത് ടൈം. പാവം അതേപോലെ തന്നെ ചെയ്തു. അതേപോലെ തന്നെ റെക്കോർഡ് ചെയ്യാനാണ്. അപ്പോൾ $2,400 ഉണ്ട്, $400 ഇപ്പോൾ പോകും. പിന്നെ സെൻഡ് മീ അഡ്രസ്സ് നെക്കി. അപ്പോഴേക്കും സമയം കൊണ്ട് ആ 10 മിനിറ്റ് സമയം കൊണ്ട് ക്യാഷ് അവന്മാർ എടുത്തു. ഓൾറെഡി അത് അപ്രൂവൽ കൊടുത്ത് ആ സ്പോട്ടിൽ അവിടെ എത്തും. ഓക്കെ, പിന്നെ അവൻ ഹിന്ദിയിലേ സംസാരിക്കണുള്ളൂ. ഹിന്ദി ആത്ത ഹെ തുമ്മായി. ഇത്ര നേരം സ്നേഹത്തോടെ സംസാരിച്ച് തുമ്മായി. ഹിന്ദി അവൻ എന്താണ് ക്യാഷ് കിട്ടി കഴിഞ്ഞവൻ എന്ത് തുമ്മ, എന്തൊരു ആപ്പ്, എന്ത് ബഹുമാനം. അവൻ ക്യാഷും കൊണ്ട് പോയി. പിന്നെ അവന് ഹിന്ദി മാത്രം അവൻ്റെ വായന്ന് വരുള്ളൂ. ഓക്കെ, അവനയച്ച വോയിസ് ഞാൻ കേൾപ്പിച്ചു തരാം. ഓക്കെ, ബായ് മുജെ സഹി ഹേ ബോലോ അങ്ങനെ കുറേയൊക്കെ. പിന്നെ കുറേ ചാറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു മിനിറ്റ്. പിന്നെ അവൻ്റെ ഒരൊറ്റൊരു വോയിസേ വന്നിട്ടുള്ളൂ. ഓക്കെ, ആ വോയിസ് കേൾപ്പിച്ചു തരാം. ക്ലിയർ ആണെന്ന് അറിയാൻ പാടില്ല, അതുകൂടെ കേൾപ്പിച്ചു തരാം. माल डाल के ऐसा भेज देना, ठीक है ना। बात मारो खाली बॉर्डर घूम रहे हो।
ഇപ്പം അവൻ പക്ക ടപ്പോരിയായി, പക്ക ലോക്കലായി. ഇപ്പോൾ അതിൽ പറഞ്ഞ മാൽ ഡാൽക്കെ, മാൽ എന്ന് വെച്ചാൽ പക്ക ലോക്കൽ ഭാഷയാണ്. എന്ന് വെച്ചാൽ ക്യാഷ് അയച്ച് കഴിയുമ്പോൾ സാധനം അങ്ങോട്ട് അയച്ചാൽ മതി. പിന്നെ ആലു പൊറോട്ട പോലെ മറിക്കണ്ട, മനസ്സിലായ? അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ പക്ക ലോക്കൽ. അവൻ്റെ എനിക്ക് ഇത്ര നേരം ഇംഗ്ലീഷ് പറഞ്ഞാൽ വേറെ രീതിയിലേക്ക് മാറി. പാൻ ഡ്രോപ്പ് ഷിഫ്റ്റ് ഒന്നും കേട്ടോ കേട്ടോ വോയിസ്. माल डाल के एसेट भेजना, ठीक है ना? बात मारो ബാൽ ഡാൽക്കെ അസറ്റ് ബേജ്ന, ടീക്കണ. ഇപ്പോൾ അങ്ങനെ വർത്താനം. പിന്നെ എന്തിട്ടാ പറഞ്ഞത്? കേട്ടോ കേട്ടോ. खाली क्वालिटी घूम रहे हो. ഒറ്റയടിക്ക് $2,400 അടിച്ചു പറ്റുന്നത് ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട്. അപ്പോൾ ദയവ് ചെയ്ത് എല്ലാവരും ഇൻസ്റ്റാഗ്രാമിലുള്ള സെല്ല് ബൈ കാണുമ്പോൾ ബൈ എത്രയാണ്? ബൈ 85 86 കാണുമ്പോൾ അവിടെ പോയി നിൽക്കാണ്ടിരിക്കുക. സെല്ല് കാണുമ്പോൾ ഇങ്ങോട്ട് നിൽക്കാണ്ടിരിക്കുക. സെല്ലായാലും ബൈ ആയാലും ഒരു ട്രാപ്പ് ഉണ്ട്. നമ്മുടെ യൂസിറ്റി പോകും, അല്ല നമ്മുടെ ക്യാഷ് പോകും. ഓക്കെ, ഒരു ലിങ്കിലും ക്ലിക്ക് ചെയ്യാണ്ടിരിക്കുക ദയവ് ചെയ്ത്. പിന്നെ ഒരു വാലറ്റ് നമ്മൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ആ വാലറ്റ് ഒരു ലിങ്കായിട്ട്, അതിൽ അസറ്റ് ഉള്ളൊരു വാലറ്റിന് ഒരു ലിങ്കായിട്ടും ക്ലിക്ക് ചെയ്യാണ്ടിരിക്കുക, ഒരു സംഭവം ക്ലിക്ക് ചെയ്യാണ്ടിരിക്കുക. പിന്നെ കുറേയൊക്കെ ഉണ്ട്, അതിന് കുറച്ച് ഡീറ്റെയിൽസ് എനിക്ക് അറിയാൻ പറ്റില്ല. പിന്നെ എവിടെയെങ്കിലും നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ റിവോക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചെയ്തിൽ കണക്ട് ചെയ്യും പാൻ കേക്ക് സ്വാപ്പ് എന്തൊക്കെയായിട്ടും വലിയൊരു നല്ല നല്ല ചീത്തയായിട്ടൊക്കെ നിങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ അത് ഡിസ്കണക്ട് ചെയ്യുക, റിവോക്ക് ചെയ്യുക. പിന്നെ എന്തൊക്കെയാണ് കുറേയൊക്കെ ഉണ്ട്. ഇതിനെക്കാട്ടും ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ നിങ്ങൾ മറ്റേ NFT ആയാലും പിന്നെ എന്തിട്ടാണ് പറഞ്ഞത്, ഇതൊക്കെ എനിക്ക് കേട്ടുള്ള അറിവാകത്തുള്ളൂ, ചിലപ്പോൾ തെറ്റുണ്ടാവും. NFT ആയാലും മറ്റേ ഡ്രോപ്പ് ആയാലും പിന്നെ അതൊക്കെ ചെയ്യാൻ ഒരു സാധാ ഒരു ലോക്കൽ വാലറ്റ് ഉപയോഗിക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ വേറെ വാലറ്റ് നിങ്ങൾ അസറ്റ് സേവ് ചെയ്യാൻ വേണ്ടി മാത്രം. ഇപ്പോൾ നിങ്ങൾ USDT ബൈ സെല് ചെയ്യുന്ന ആളാണെങ്കിൽ അതിനൊന്നും വേറൊരു ലിങ്കായിട്ടും കളക്ട് ചെയ്യുക, ഇറക്കുക കയറ്റുക, അവരൊക്കെ മാത്രം അങ്ങനെയൊക്കെ ചെയ്യുക. ഈ പല രീതിയിലാണ് സ്കാം നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ച് കണ്ട് ചെയ്യുക. അല്ലെങ്കിൽ ഇതേപോലെ ലിങ്ക് നൽകിയ സ്പോട്ടിൽ ക്യാഷ് പോകും. ഇത് അവൻ മനഃപൂർവ്വം എനിക്ക് അയച്ചതാണ്. ഇനി ആൾക്കാർ ക്യാഷ് പോകരുതെന്ന് പറഞ്ഞിട്ട് അലേർട്ട് ചെയ്യാൻ വേണ്ടി അയച്ചതാണ്. ദയവേത് ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക. USDT ബൈ ആൻഡ് സെല്ല് ചെയ്യുന്നവർക്കും അല്ലാത്തവർക്കും ഈ ലിങ്ക് എല്ലാവർക്കും പറ്റണമെങ്കിൽ എന്താ പറഞ്ഞു കൊടുക്കുക, ഇങ്ങനത്തെ സംഭവങ്ങൾ നടക്കേണ്ടെന്ന്. ലിങ്ക് ഒക്കെ കുറേ പേർക്ക് അറിയാം, എക്സ്പീരിയൻസ് ഉള്ളവർക്ക് കുറേ ഡീറ്റെയിൽസ് അറിയാം. എന്നാലും ഞാൻ പറഞ്ഞുള്ളൂ. എനിക്ക് കുറച്ചൊക്കെ പുതിയ അറിവാണ്, അതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്യുന്നുള്ളൂ. അവനും അതുപോലെ തന്നെ അവൻ്റെ ഡീറ്റെയിൽസ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. പിന്നെ എന്നിട്ട് മറ്റവൻ്റെ ഫോൺ നമ്പർ തന്നെ, ഫോൺ നമ്പർ കിട്ടിയ കാര്യമൊന്നുമില്ലല്ലോ. വേറെ ഇതാണ് അപ്രൂവൽ കൊടുത്തത്. അപ്രൂവൽ ഇങ്ങനെ കൊടുത്തു, ആ സ്പോട്ടിൽ സാധനം പോയി. ഈ 2,400 10 ഉൾപ്പെടെ 2,410 എടുത്തുള്ളൂ സ്പോട്ടിൽ. ഓക്കെ, പിന്നെന്താ വേറെ പോയ ടൈം ഇതാണ് 10-ാം തീയതി കൊണ്ട് പോയെന്നാണ്. ശരി എന്നാൽ ഓക്കെ.